സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ നിന്ന് ഈ സമയം നമ്മോട് സംസാരിക്കുകയാണ്. അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷന്റെ സമാപന ദിനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ സമയം സ്വർഗത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ആത്മീയമായ മന്നോഷ്ണതയിൽ നിന്ന് ദൈവത്തിൻ്റെ ജനം ഉണർന്ന് എഴുന്നേൽക്കേണ്ട സമയത്തെക്കുറിച്ചാണ് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കാലഘട്ടത്തിൻ്റെ സൂചനകളെ തിരിച്ചറിയുന്നവരാകണം. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മളായിരിക്കുന്ന ഈ നാളുകളുടെ പ്രാധാന്യത ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശ തന്റെ ഭൃത്യനായ ഗഹസിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യമാണ് ഈ കൺവെൻഷന്റെ സമാപന ദിനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് ചോദിക്കുവാനുള്ളത്. എന്താണ് ഏലീശ പ്രവാചകൻ ഗഹസിയോട് ചോദിച്ചത്? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 26-ാം വചനത്തിൽ പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശ തന്റെ ഭൃത്യനായ ഗഹസിയോട് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഗഹസി, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങിയപ്പോൾ, നമുക്ക് ഒരുമിച്ച വചനം വായിക്കാം, എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രവാചകന്മാരെ കബളിപ്പിക്കുവാനും അവരെ പറ്റിക്കുവാനും അവരെ ചതിക്കുവാനും എളുപ്പമല്ല. കാരണം അവർ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. ഗഹസി ചിന്തിച്ചു, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ആരും കാണില്ല, ആരും അറിയില്ല എന്ന് ചിന്തിച്ച് സൂത്രത്തിൽ അറിയാതെയാണ് അവൻ നാമാന്റെ പുറകെ പോയി ഈ പണവും വസ്തുവകകളും സ്വർണവും വെള്ളിയും വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ തനിക്ക് വേണ്ടി കൈവശമാക്കുന്നത്. എന്നാൽ തന്റെ ഭവനത്തിൽ ഇരുന്ന് പ്രവാചകനായ ഏലീശ പ്രവചനാത്മാവിൽ ഇതെല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ ഇത് കാണുന്നത് പോലെ, കൺവെൻഷൻ കാണുന്നത് പോലെ, ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈനിലൂടെ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ലോകത്തിന്റെ വിവിധ ദിക്കുകൾ രാജ്യങ്ങളിൽ ഇരുന്ന് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നത് പോലെ ലൈവായി ഏലീശ കാണുകയാണ് ഗഹസി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. ഇത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഏലീശ ചോദിച്ചത്, ഗഹസി, നീ ആ രഥത്തിൽ നിന്നിറങ്ങി നാമാന്റെ പുറകെ ഓടുമ്പോൾ നിന്നോട് കൂടെ എന്റെ ആത്മാവുണ്ടായിരുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റൂഹ അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് സീസ് എവരിതിങ്. കർത്താവിന്റെ മുൻപിൽ നിന്ന് മറയ്ക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. തുറന്ന് പ്രവാചകൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരി തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. ഓ, എന്നൊരു വചനമാ. എന്ത് ചോദ്യം ചോദിച്ചത്? ഗഹസി, നീ എന്ത് മണ്ടത്തര കാണിച്ചത്? എന്റെ മകനെ, നീ എന്ത് വിഡ്ഢിത്തമാ കാണിച്ചത്? ഈ സമയം നീ അറിയേണ്ടതല്ലേ? ഈ സമയം നീ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടതല്ലേ? ഈ സമയത്തിന്റെ പ്രാധാന്യത ഗ്രഹിച്ചുകൊണ്ട് നീ ശുശ്രൂഷ ചെയ്യേണ്ടവനല്ലേ? എലീശ ചോദിക്കുകയാണ്, പണം, വസ്ത്രം, ആടുമാടുകൾ, അതുപോലെ തന്നെ ഒലിവ് തോട്ടങ്ങൾ, അവനെ ശ്രദ്ധിച്ച്, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരി തോട്ടങ്ങൾ, ദാസിദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ റൂഹ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
എന്നോട് നിങ്ങളോടും ചോദിക്കുകയാ, സമയത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ജനം ജീവിക്കേണ്ട നാളുകളാണിത്. ഹല്ലേലൂയ. പണമുണ്ടാക്കാനും ആടുമാടുകളും വസ്തുവകകളും വിശിഷ്ട വസ്ത്രങ്ങളും ജീവിതത്തിന്റെ വ്യഗ്രതയും ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ സുഖലോലുപതകളും ഇമ്പങ്ങളും ആസ്വദിച്ച് അനുഭവിച്ച് അതിന്റെ പുറകെ ഓടേണ്ട സമയമല്ല ഇത്. This is the time for the evangelization. ഇത് സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ചങ്കുപൊട്ടി നിലവിളിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. യെസ്, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഇത് അനുതപിക്കുവാനുള്ള സമയമാണ്. കർത്താവിന്റെ വഴിയിലേക്ക് ദൈവത്തിന്റെ ജനം തിരിച്ചു വരേണ്ട സമയമാണ്. കാലത്തിന്റെ സൂചനകൾ മനസ്സിലാക്കി വീരോട് എരിവോട് തീഷ്ണതയോട് കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും കത്തി ജ്വലിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. ഈ സമയം തിരിച്ചറിയാതെ ലോകത്തിന്റെ പുറകെ ഓടി. അതല്ലേ എലീശ ചോദിച്ചേ, ഗഹസി ഒന്നുകൂടി ഇട്ട പോലെ ആ വചനം, പണം കണ്ടു, ഒന്ന് പറഞ്ഞേ, പണം. ആ പണം ഉണ്ടാക്കുന്ന സമയമാണോ ഇത്? അല്ല സഹോദരങ്ങളെ, ജീവിക്കാനുള്ള വകയൊക്കെ കർത്താവ് തരും. കാരണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പണമുണ്ടാക്കാൻ മാത്രം ജീവിക്കേണ്ട സമയമാണോ? കേൾക്കാൻ പറ്റുന്നില്ലോ? അല്ല സഹോദരങ്ങളെ, കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുക. എന്റെയും നിന്റെയും ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയമാണ്. അതാണ് എലീശ ചോദിച്ചത്. എന്റെ മകനെ, എന്റെ യജമാനനായ ഏലിയായിൽ നിന്ന് ഞാൻ ഡബിൾ പോർഷൻ അനോയിന്റിംഗ്, ഇരട്ടി പങ്കിന്റെ അഭിഷേകം പ്രാപിച്ചതുപോലെ എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ നിന്ന് നീയും ഇരട്ടി പങ്കിന്റെ അഭിഷേകം പ്രാപിക്കേണ്ട ഈ സമയത്ത് എന്റെ മകനെ, നീ എന്താണ് ചെയ്തത്? നീ എന്താണ് നഷ്ടപ്പെടുത്തിയത്? ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കർത്താവ് അനുവദിക്കുന്ന സമയം തിരിച്ചറിയുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഈ സമയം എന്തിനുള്ള സമയമാണ്? പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി പറഞ്ഞ്, ഈ സമയം എന്തിനുള്ള സമയമാണ്? ഇത് കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാണ്. നമ്മൾ അനുതപിക്കുവാനുള്ള സമയമാണ്. എല്ലാം മറന്ന് സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ആത്മീയ മന്ദതയിൽ നിന്ന് ദൈവജനത്തെ ഉണർത്തേണ്ട സമയമാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. ഈ സമയം തിരിച്ചറിയാതെ ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ നമ്മുടെ കർത്താവ് പരാജയപ്പെടും. കർത്താവിന്റെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാകും. നമ്മുടെ നിസ്സംഗതയും നമ്മുടെ ആത്മീയ മന്ദതയും നമ്മുടെ നിഷ്ക്രിയത്വവും പിശാചിന് വിജയത്തിന് കാരണമാവുകയാണ് സഹോദരങ്ങളെ. നമ്മുടെ അലസത മൂലം, നമ്മുടെ അനാസ്ഥ മൂലം അസംഖ്യം ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ ഓ ഹല്ലേലൂയ. കർമ്മത്തിന് 3 പ്രാവശ്യം വിളിച്ച് ദൈവത്തിന്റെ റൂഹായ എന്ന് വിളിച്ച്, ദൈവത്തിന്റെ റൂഹായെ വിളിച്ച് 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 പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യെസ് യെസ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറയാ. എന്താ സഭയോട് പറയുന്നത്? റോമാക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മ പറയുകയാണ്, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത. ഉറക്കെ വായിച്ച സഹോദരങ്ങളെ, ഉച്ചത്തിൽ പറഞ്ഞ്, ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും കർത്താവിനെ ആരാധിക്കേണ്ടതും സുവിശേഷം പ്രഘോഷിക്കേണ്ടതും
നമ്മൾ തീഷ്ണതയോടെ ദൈവരാജ്യത്തിന് വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യേണ്ടതെല്ലാം കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. അടുത്ത വചനം, നിദ്ര വിട്ട് കണ്ടോ, ദൈവജനത്തിന്റെ ഉറക്കമാണ്, നമ്മുടെ മയക്കമാണ് ഇന്ന് പിശാചിന്റെ വിജയം. എന്റെ സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്ന് പറഞ്ഞാൽ ആത്മീയ മന്ദത മാറ്റി ദൈവത്തിന്റെ ജനം ഉണർവോടെ തീഷ്ണതയോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി മുന്നേറേണ്ട സമയത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ വെളിപാട് 12:12 കാലം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ എന്റെ സഹോദരങ്ങളെ. തമാശ പറഞ്ഞ് സമയം കളയാനുള്ള സമയമല്ല ഇത്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനുള്ളതല്ല. ദൈവം തന്നിരിക്കുന്ന സമ്പത്ത്, തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകൾ ഈ ലോകത്തിന് വേണ്ടി, നശ്വരമായ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കളയാനുള്ളതല്ല. ശ്രദ്ധിക്കണമേ, വെളിപാട് 12:12 നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ആ വചനത്തിന്റെ പ്രത്യേകത? നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, കാരണം അവരെ കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിലാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് സ്വർഗവാസികളോട് പറയാ, നിങ്ങൾ ആനന്ദിക്കുവിൻ. എന്നാൽ ഭൂമിയെ, അതിലുള്ളവരെ നിങ്ങൾക്ക് നമുക്ക് ശരിക്കും നമ്മള് ബലം പിടിക്കണം. എവിടെ? സ്വർഗരാജ്യത്ത് എത്താനായിട്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! ക്ലേശങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരിത് കണ്ട് ഭയപ്പെടേണ്ട. ശ്രദ്ധിക്കുക, അടുത്ത വചനത്തിൽ ദൈവത്തിന് റൂഹ പറയുകയാണ്, ചുരുങ്ങിയ സമയമേ. ഒരുമിച്ച് പറഞ്ഞേ, ചുരുങ്ങിയ സമയമേ. ഇനി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും നമുക്കായി കാത്തിരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ തലമുറയെ രക്ഷിക്കുവാൻ ഈ തലമുറ മാത്രമേയുള്ളൂ. ഹല്ലേലൂയ! ഈ തലമുറ രക്ഷിക്കുവാൻ ഈ തലമുറ മാത്രമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുക, കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുക. കർത്താവ് നമ്മളെ അങ്ങ് വിശ്വസ്തയോടെ വിശ്വസ്തരായി കർത്താവ് നമ്മളെ കണക്കാക്കിയിരിക്കുക. എന്റെ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ ചതിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ ചതിക്കരുത്. നമ്മൾ ആത്മീയ മന്ദതയിലേക്ക് പോയാൽ, നമ്മൾ നിസ്സംഗതയിലേക്ക് പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വേണ്ട വിധത്തിൽ ഉണർവോടെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ ഈശോ പരാജയപ്പെടുകയാണ്. ഇന്ന് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചുരുങ്ങിയ സമയമേ, പറഞ്ഞ ചുരുങ്ങിയ സമയമേ, ചുരുങ്ങിയ സമയമേ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ നിന്ന് കാണുന്ന മഹാമാരികളും പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. സമയത്തിന്റെ പ്രാധാന്യം ദൈവജനം തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട നാളുകളാണിത്. ഹല്ലേലൂയ! മനസ്സിലാകുന്ന ദൈവമക്കൾ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ വിളിച്ചു പറഞ്ഞേ. ദൈവത്തിന്റെ തീ ഇതിനകത്ത് കത്തട്ടെ. ദൈവത്തിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ റൂഹ, 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 റൂഹ. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് പിശാച് എന്താ ചെയ്യുന്നത്? അരിശം കൊണ്ട് പിശാച് നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടു? അരിശം കൊണ്ട്, അരിശം കൊണ്ട് പിശാച് നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സഭയെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ താറുമാറാക്കാൻ,
തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവകൃപയിൽ വീഴ്ത്തിക്കളയാൻ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവിശ്വസതയിലേക്ക് നയിക്കാൻ, നമ്മുടെ പ്രാർത്ഥനയെ കെടുത്തിക്കളയാൻ, നമ്മുടെ തീഷ്ണതയെ ഇല്ലാതാക്കാൻ, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ കലക്കിക്കളയാൻ, നമ്മുടെ യുവജനങ്ങളെ വിശ്വാസ ത്യാഗികളാക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുവാൻ പിശാച് അരിശം കൊണ്ട് അരിശം കൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ ഇരിക്കണേ? നമ്മൾ എങ്ങനെയാ പോകുന്നത്? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച്, ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് ചോദിച്ച്, ഇങ്ങനെ പോയാൽ മതി ഒന്ന് ചോദിച്ച്. അല്ലത് എങ്ങോട്ടേക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കണ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കുടുംബങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാ നാശത്തിന്റെയും ബഹളത്തിന്റെയും ഡിവോഴ്സിന്റെയും തകർച്ചയുടെയും കണ്ണുനീരിന്റെയും വക്കിലെത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, കുടുംബങ്ങളെ തകർക്കാൻ അരിശം കൊണ്ട് പിശാച് ഇറങ്ങിയിരിക്കുക, സഭയെ കലക്കിക്കളയാൻ. ഇന്ന് സാത്താൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഉദാസീനരാക്കാൻ, ആത്മീയ മന്ദതയുള്ളവരാക്കാൻ, അവരുടെ തീഷ്ണതയെ കെടുത്തിക്കളയാൻ ഇന്ന് പിശാച് അരിശം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മീയ മന്ദത വെടിഞ്ഞ് ഞാനും നിങ്ങളും തീപിടിച്ചാത്മാക്കളായി കത്തിജ്വലിക്കേണ്ട സമയമാണിത്. മനസ്സിലാക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഒരു 4 പേരുടെ പെട്ടെന്ന് പറഞ്ഞ് തീപിടിച്ചാത്മാക്കളായി മാറണം. വേഗത്തിൽ ഒന്ന് പറഞ്ഞേ. ഇത് പറയുമ്പോ തീ വരുന്നതിനകത്ത് റൂഹായുടെ തീ ഇറങ്ങും. തീ പിടിച്ച ആത്മാക്കള്. ഇനി ഉറക്കം തൂങ്ങികളല്ല, നമ്മള് മയങ്ങിക്കൊണ്ടിരിക്കുന്നവരല്ല, നമ്മളിങ്ങനെ ഉദാസീനരല്ല. എന്റെ സഹോദരങ്ങളെ, സമയം തിരിച്ചറിയണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, കർത്താവിന്റെ വിളി ലഭിച്ച, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ച എന്റെയും നിങ്ങളുടെയും ആത്മീയമായ മന്ദത. മക്കാബിയുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 14-ാം വചനത്തിൽ എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. 2 മക്കാബായർ 4:14 ദൈവം തരുന്ന ദൂത് എന്താണ്? ഉച്ചത്തിൽ വായിച്ച്. പുരോഹിതന്മാർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വന്യവൈദികർ മാത്രമല്ല പ്രിയപ്പെട്ടവർ. ഇവിടെ നമ്മുടെ സംസാരിച്ചിരിപ്പുണ്ട്, ഇവിടെ വലിയ സുഹൃത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ലഭിച്ചവര് അത് കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാരാണ്. എന്നാൽ മാമോദീസായിലൂടെ ദൈവത്തിന് ജനമായി ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാണ്. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാ, കർത്താവിന്റെ വിളി ലഭിച്ചവരാ. ശ്രദ്ധിക്കണമേ. അപ്പോ കർത്താവ് തെരഞ്ഞെടുത്ത എന്റെയും നിങ്ങളുടെയും, അതിൽ അൽമായരുണ്ട്, അതിൽ ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, അതിൽ ബഹുമാനപ്പെട്ട സമർപ്പിതരുണ്ട്, സന്യസ്തരുണ്ട്. എന്താ സംഭവിച്ചത്? അപ്പൊ അതിനെ ശ്രദ്ധിച്ച നിങ്ങള്, അവർക്ക് ബലിബലിയുടെ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ശ്രദ്ധിക്കണമേ. ബലിബലിയുടെ ശുശ്രൂഷകളിൽ പലരും ഉദാസീനരായി, പ്രാർത്ഥനയിൽ ഉദാസീനരായി, മുട്ടുമടക്കി കൈവിരിച്ച് യേശുവേ എന്ന് പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടേതായ ഒരു കംഫർട്ടിലേക്ക് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. നമ്മുടേതായ കൺവീനിയന്റുകള്, അങ്ങനെ പോയാൽ മതിയില്ലേ, ഇങ്ങനെ പോയാൽ മതിയില്ലേ, കുറച്ച് അങ്ങനെ മതിയില്ല, ഇങ്ങനെ മതിയില്ലേ, വില കൊടുക്കുവാനും മുറിയപ്പെടുവാനും ത്യാഗമെടുക്കാനും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾ അധികം ഇല്ലാതെയായി. ഇതാണ് കർത്താവിന്റെ വലിയൊരു സങ്കടം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ദൈവജനത്തിന്
ശുഷ്കാന്തി നഷ്ടപ്പെട്ടു. ദൈവജനത്തിന് കുദാശ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു? ദൈവവചന വായനയിൽ എന്ത് നഷ്ടപ്പെട്ടു? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് നഷ്ടപ്പെട്ടു? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ വേളകളിൽ എന്ത് നഷ്ടപ്പെട്ടു? ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുക. ശുഷ്കാന്തി നഷ്ടപ്പെട്ട് ചക്രത്തളികി ഏറിന് സമയം. അത് അന്നത്തെ ഒരു എന്റർടൈൻമെന്റ് ആണ്, വിനോദമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കോമഡി ഷോ, റിയാലിറ്റി ഷോ, പന്ത് കളി, ക്രിക്കറ്റ് കളി, എന്നാ ജനമാണ് പ്രിയപ്പെട്ടവരെ. ആത്മീയ കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ കർത്താവിന്റെ ജനത്തിന് എന്ത് സംഭവിച്ചു? അവിടെ പറയുന്നത് എന്താ സംഭവിച്ചത്? ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇന്ന് കർത്താവ് വേദനിക്കുന്നത് IS-കാരെ കുറിച്ചോ, ബൊക്കോ ഹറാമിനെ കുറിച്ചോ, ഫുലാനികളെ കുറിച്ചോ, സംഘപരിവാരെ കുറിച്ചോ, ഇവരെ കുറിച്ചൊന്നല്ല. ഇന്ന് കർത്താവിന്റെ ഏറ്റവും വലിയ വേദന തെരഞ്ഞെടുക്കപ്പെട്ടവരായ എന്റെയും നിങ്ങളുടെയും ശുഷ്കാന്തിയില്ലായ്മ, നമ്മുടെ ആത്മീയ മന്ദത. ഈശോയുടെ ഹൃദയം ഒരുപാട് വേദനിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ വിനോദങ്ങളിൽ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, ലോകത്തിന്റെ ആർഭാടങ്ങളിൽ ആർമാദിക്കാൻ ഇന്ന് എന്തൊരു ഉത്സാഹമാണ് അനേകർക്ക്. സഹോദരങ്ങളെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, വചനം ഭക്ഷിക്കാൻ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിലവിളിയോടെ ഈ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, സഭയിലുള്ള അവിശ്വസ്തതകൾക്ക് വേണ്ടി, കുടുംബങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, യുവജനങ്ങൾ വിശ്വാസത്തിന്റെ തീപന്തങ്ങളായി ജ്വലിക്കപ്പെടാൻ വേണ്ടി പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടു? എത്ര പേരുണ്ട്? ശുഷ്കാന്തി നഷ്ടപ്പെടുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ ആ വചനം അവസാന ഭാഗത്തോട്ട് വന്നേ. വിശുദ്ധ സമയമായുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുന്നു. കണ്ടു? അവഗണിക്കുക. കർത്താവിന്റെ ശുശ്രൂഷകളെ അവഗണിക്കുക, കർത്താവിന്റെ വചനങ്ങളെ അവഗണിക്കുക, ആത്മീയ കാര്യങ്ങളെ അവഗണിക്കുക. എന്റെ സഹോദരങ്ങളെ, അത് വലിയ 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 തകർച്ചയാണെന്ന് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശുഷ്കാന്തി നഷ്ടപ്പെടുന്നു. രണ്ടാമത് അവർ അവഗണിക്കുന്നു. മൂന്നാമത് എന്താ ചെയ്യുന്നത്? കണ്ട് വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, അനാസ്ഥ കാണിക്കുക. പലപ്പോഴും നമ്മൾ അനാസ്ഥ കാണിക്കുന്നു. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമ്മള്, കർത്താവിന് മുൻപിൽ ചങ്ക പൊട്ടി കരയുവാൻ ദൈവം തെരഞ്ഞെടുത്ത നമ്മള് ഇന്ന് അനാസ്ഥ കാണിക്കുന്നു. അതുകൊണ്ട് പിശാച് അസംഖ്യ ആത്മാക്കളെയും പിടിച്ച് നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ സഭ തളരുന്നു, കർത്താവിന്റെ രാജ്യം തളരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ അനാസ്ഥകള്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന നമ്മുടെ വേദനയായി മാറണം. പറഞ്ഞു, ഉറക്കെ പറഞ്ഞേ, കർത്താവിന്റെ ഹൃദയം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. പോരാ പോരാ, ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുള്ള വഴി എന്താ പ്രിയപ്പെട്ടവരെ? ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാനുള്ള വഴി എന്താ? അതാ ദൈവത്തിന്റെ റൂഹ ഇന്ന് തരുന്ന ആലോചന. ഇതിനുള്ള വഴി എന്താ പ്രിയപ്പെട്ടവരെ? പ്രവാചകനായ ജോഷുവ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ജോഷുവ പ്രാർത്ഥിച്ചെന്താ പ്രാർത്ഥിച്ചത്? ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വചനത്തിൽ ജോഷുവ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇന്ന് ഞാനും നിങ്ങളും
ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ ജോഷുവ പ്രവാചകൻ പ്രാർത്ഥിച്ചത്? കർത്താവേ, കണ്ടു അതിന്റെ അവസാന ഭാഗത്തോട്ട് വന്ന് കാനാനിലും അവിടെയുള്ള മറ്റുള്ളവർ ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് കണ്ടു. ഇതാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സഭ ഇന്ന് തളരുന്നു. ബഹുമാനപ്പെട്ട സേവ്യർ മഠായി ലക്ഷൻ ഈ വചനവേദിയിൽ പ്രവാചക ശബ്ദത്തോടെ ഇന്നലെയും മിനിഞ്ഞാന്നും, ഞാൻ ഇന്നലെ രാത്രിയാണ് അയർലൻഡിൽ യൂറോപ്പിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തിരിച്ചെത്തിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനത് ഓൺലൈനിലൂടെ കണ്ടു. നമ്മുടെ സമുദായത്തിൽ സംഭവിക്കുന്ന തകർച്ചകള്, നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന അപജയങ്ങള് നമ്മൾ ശ്രദ്ധിക്കണമേ. ജോഷുവ പ്രവാചകൻ പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യും? ശ്രദ്ധിക്കണമേ, എല്ലാവരും അതിനെ ശ്രദ്ധിച്ച്. പ്രവാചകന് ജോഷുവയുടെ പ്രാർത്ഥന എന്തായിരുന്നു? കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഞാനും നിങ്ങളും കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി ചോദിക്കേണ്ട ചോദ്യമാണ്, വാട്ട് ഷാൽ വി ഡു? കർത്താവേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടുത്തെ സഭയുടെ മഹത്വം കാക്കുവാൻ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കുവാൻ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശ്വാസത്യാഗത്തിന് പിടിയിൽ നിന്ന് രക്ഷിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാക്കാൻ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും കാലഘട്ടത്തിന്റെ അതിസ്വാഭാവിക കൃപകളിൽ കത്തിജ്വലിക്കുവാൻ, സഭ മുഴുവനിലും കാട്ടുതീ പോലെ പരിശുദ്ധാത്മാവിന്റെ തീ പടരുവാൻ, കർത്താവേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉറക്കെന്ത് പറഞ്ഞ് ഒന്ന് വലത് ഒന്ന് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ കർത്താവിന് തിരുമുഖത്തേക്ക് നോക്കി ഒന്ന് ചങ്ക് തുറന്ന് കർത്താവിന് ചിലത് പറയാണ്ട് നമ്മോട് ഒന്ന് കർത്താവിനോട് ചോദിച്ച്, കർത്താവെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചോദിച്ചേ. പോരാ പോരാ, സ്വർഗത്തോളം അത് ഉയരട്ടെ. ഈ കൺവെൻഷൻ പന്തിലിരുന്ന് ഞാൻ നിങ്ങൾ ചോദിക്കേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മ അനുഭവത്തിൽ നിറയ്ക്കുവാൻ, ഞങ്ങൾ സഭയുടെ മഹത്വം കാക്കുവാൻ, കർത്താവേ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അഭിഷേകത്തിന്റെ തീയിൽ ജ്വലിപ്പിക്കുവാൻ, കർത്താവേ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടൊന്ന് ഒന്ന് പറഞ്ഞേ. അല്ല, നമ്മളിങ്ങനെ വചനം കേട്ട് 3 ഹല്ലേലൂയും പറഞ്ഞ് 4 പാട്ടും പാടി പോയാ മതിയോ? നമുക്കും ചില ഉത്തരവാദിത്തങ്ങളില്ലേ? നമുക്കും ചില ദൗത്യങ്ങളില്ലേ? പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഴുതും വളർന്നിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ദൗത്യം മറന്ന് ജീവിക്കരുത്. പറഞ്ഞേ, ഒന്നങ്ങ് പറ, അകത്തോട്ട് കയറട്ടെ. അത് ദൗത്യം മറന്ന് ജീവിക്കരുത്. അതാ നമ്മൾ രക്ഷപ്പെടാത്ത പലപ്പോഴും. നമ്മൾ ദുരിതം മാറാത്തൊരു കാരണം എന്ന് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. സ്തുതിക്കുന്നു. ഇന്ന് ഈ വചന കൂടാരത്തിലേക്ക് ദൈവത്തിന്റെ റൂഹയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവാണ് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഉറച്ചു ബോധ്യമുള്ളവരും വിശ്വസിക്കുന്നവരും മാത്രം ആ വലതുകരം ഉയർത്തി ഒരു ഹല്ലേലൂയ അങ്ങ് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണമേ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റൂഹായിക്ക് എന്നോടും നിങ്ങളോടും ചില ആലോചനകൾ, ചില പ്രവചനങ്ങൾ നമുക്ക് നൽകുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തില്? ഇങ്ങനെ പോയാ മതിയോ? കേൾക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാ മതിയോ?
ഇപ്പൊ നമ്മുടെ ചിന്ത 2023 ഇനി ആരാണോ ദൈവശബ്ദം കൺവെൻഷൻ നടത്താൻ വരുന്നത്, പ്രൈസ് ദി ലോർഡ്, അല്ലേ അല്ലേ? അതറിയാനോ പലരും വന്നിരിക്കണേ. അല്ലാതെ ദൗത്യം സ്വീകരിക്കാനല്ല, ദൗത്യം ഏറ്റെടുക്കാനല്ല. അതിന് വില കൊടുക്കണം, അതിന് സമർപ്പണം വേണം, അതിന് ചില കഷ്ടപ്പാടുണ്ട്, അതിന് ചില സഹനങ്ങളുണ്ട്. അയ്യോ കർത്താവേ, എക്സ്ക്യൂസ് മീ, അത് വേണ്ട കർത്താവേ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ സഹോദരൻ പെട്ടെന്ന് പോവുക, ശ്രദ്ധിക്കണം. എനിക്കും നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. സഭ തളരുന്നത് കാണുന്നില്ലേ? ആർക്കും കൊട്ടിയിറങ്ങുന്ന ചെണ്ട പോലെ പൊതുസമൂഹത്തിൽ കർത്താവിന്റെ സഭ പരിഹസിക്കപ്പെടുന്നു, സഭയുടെ പൗരോഹിത്യം ദുഷിക്കപ്പെടുന്നു, സഭയുടെ സന്യാസം അവഹേളിക്കപ്പെടുന്നു, സഭയുടെ കുടുംബങ്ങള് അവിയില് പരുവം താറുമാറാക്കുന്നു. നമ്മൾ ചോദിക്കണം, കർത്താവേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചോദ്യവും പ്രാർത്ഥനയുമായിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അടുത്തൊരു ലെവലിലേക്ക് വളരാൻ, അടുത്തൊരു ഫേസിലേക്ക് കാര്യങ്ങൾ ക്രമപ്പെടാൻ, അടുത്തൊരു മഹത്വത്തിലേക്ക് കർത്താവേ ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ, what shall we do? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ആത്മാർത്ഥമായി കർത്താവിനോടൊന്ന് ചോദിച്ചേ, കർത്താവേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാ ഇവിടെ നിന്ന് ചോദിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. യെസ്, നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവ് ആ കാര്യം പറയാൻ പോവാണ്. നമ്മൾ ചെയ്യേണ്ട ആ ഒരു പ്രൊഫറ്റിക് മിഷൻ, നമ്മൾ ചെയ്യേണ്ട ആ പ്രവാചക ദൗത്യത്തെ കുറിച്ച് ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവാ. ഒരു നിമിഷം ഇരുകരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഈ വചനത്തിന്റെ ദൂത്, ഈ വചനത്തിന്റെ വെളിപാടുകൾ, ഈ വചനത്തിന്റെ മർമ്മങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് ഏറ്റെടുക്കുവാനായി കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധ റൂഹായേ, റൂഹാഷ്, റൂഹാ, ഞങ്ങൾ ഇൻസ്പയർ ചെയ്യണമേ, ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ, ഞങ്ങൾ ഉത്തേജിപ്പിക്കണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ജോയേൽ പ്രവചനം, ജോയേൽ പ്രവചനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ജോയേൽ പ്രവചനം 1:14. അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു വരുന്നത്? ഉറക്കെ വായിച്ച്, ഉപവാസം പ്രഖ്യാപിക്കുകയും, പോരാ സ്വരം പോരല്ലോ, ഒരു 50 പേര് കേൾക്കുന്ന ഉച്ചത്തിൽ വചനം വായിച്ചേ. ഈ വചനത്തിന്റെ തീ നമ്മെ നയിക്കട്ടെ. ഉപവാസം പ്രഖ്യാപിക്കുകയും, മഹാസഭ ശ്രേഷ്ഠന്മാരെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഈ 29ാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ തൃശ്ശൂർ പട്ടണത്തിന്റെ ഈ ഹൃദയഭാഗത്ത് ഈ അഭിഷേകാഗ്നി ദൈവശബ്ദം കൺവെൻഷൻ എന്തിനാണ് സ്വർഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, ഇവിടെ ഒന്നിച്ചു കൂട്ടിയിരിക്കുക, ഇവിടെ ഒന്നിച്ചു കൂട്ടിയിരിക്കുക. നമ്മുടെ അഭിനയ പിതാക്കന്മാരുടെ വന്നു, വന്യവൈദികർ ഇവിടെയുണ്ട്, പലരും മാറി മാറി വന്നു, സമർപ്പിതരുണ്ട്, ആയിരങ്ങൾ വചനത്തെ വന്നിരിക്കുക, ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. എന്തിനു വേണ്ടി? യെസ്, അവതരണത്തിന്റെ അവസാന ഭാഗം വായിച്ച എന്തിനു വേണ്ടി? കർത്താവിനോട്. ആ ഉറക്കെ പറഞ്ഞേ, എന്തിനു വേണ്ടി? കേൾക്കാൻ പറ്റില്ലല്ലോ. കർത്താവിനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാം? കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഭയെ ശക്തീകരിക്കണമേ, ഞങ്ങളെ യുവജനങ്ങളെ വിശ്വാസത്തിന്റെ തീപന്തങ്ങളാക്കണമേ.
കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മ അനുഭവമുള്ളവരാക്കണമേ. പ്രാർത്ഥിക്കുവാൻ കർത്താവ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകാരം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനത്തിൽ യുഗാന്ത്യ സഭയോട്, സഹോദരങ്ങളെ, നമ്മളൊരു ഫൈനൽ അവറിലാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇതൊരു അന്ത്യ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഞാനും നിങ്ങളും അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഈ സമയം നമ്മൾ അറിയണം. ഇത് ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയമാണ്. ഏതിനേക്കാളും ഉപരി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ തീഷ്ണതയോടെ നിർവഹിക്കേണ്ട സമയമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും സഹോദരങ്ങളെ? നമ്മുടെ പദ്ധതികളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആസൂത്രണങ്ങളും എല്ലാം കഴിഞ്ഞില്ലേ? ഓരോ സെക്കൻഡും അത്രയും വിലപ്പെട്ടതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരൊറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മൺമയമാമിയുലകിൽ കാൺമതുമായ വൺമഹിമ ധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ എന്നിട്ടാണ് പ്ലാനിങ് നടത്തണേ. ഹല്ലേലൂയ. 5 വർഷത്തെ 6 വർഷത്തിന്റെ പ്ലാനിങ് മണ്ണാങ്കട്ട. ഈ ശ്വാസം നിലച്ച കഴിഞ്ഞില്ല, പ്ലാനിങ് വേണ്ടെന്നല്ല പറയുന്നത്. ദൗത്യം മറന്നിട്ടാകരുത് പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ശ്വസിക്കുന്ന ഈ ശ്വാസം കർത്താവ് തരുന്ന ബോണസാ, കർത്താവിന്റെ വിശ്വസ്തതയാ. അത് മറന്ന് ദൈവത്തിന്റെ പൈതലെ നീ മുന്നോട്ട് പോയാൽ അത് അപകടമാണെന്ന് പരിശുദ്ധ റൂഹ നിന്നോട് ദൂത് പറയാ. ആവശ്യക്കാര് പ്രാപിച്ചോ? സ്തുതിക്കുന്നു. പവർ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 21:36 എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞത്? സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം ഇനി ലോകത്തിൽ പലതും സംഭവിക്കും. പേടിക്കേണ്ട ദൈവമക്കളെ, പലതും വരും. കോവിഡ്, കൊറോണ നമ്മൾ പ്രതീക്ഷിച്ചോടെ വന്നത് അല്ലല്ലോ. പലതും വരും. ഇനിയും നമ്മൾ പലതും കാണും. നമ്മൾ പലതും നേരിടേണ്ടി വരും. നമ്മൾ കർത്താവിന്റെ കൂടെ നടന്നില്ലെങ്കിൽ ഇനി പലതും നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. അതിനോട് അനാസ്ഥ കാണിക്കരുത്. അതിനോട് പുറംതിരിഞ്ഞ് എന്റെ സൗകര്യാർത്ഥം ഞാൻ ജീവിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുക, സംഭവിക്കാനിരിക്കുന്ന അത് പകർച്ചവ്യാധികളാകാം, പ്രകൃതിക്ഷോഭങ്ങളാകാം, യുദ്ധങ്ങളാകാം, ലോകത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വിനാശങ്ങളാകാം, അതെന്തുമാകട്ടെ, നമ്മൾ കർത്താവിനോട് കൂടെ ജീവിച്ചാൽ കർത്താവ് അതെല്ലാം നോക്കിക്കൊള്ളും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ജീവിതം കർത്താവിനോടൊപ്പമായിരിക്കണം. പറഞ്ഞേ, അതാ നമ്മൾ ഉറപ്പിക്കേണ്ടത്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ
ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ ഓഫീസിലോട്ട് പോകും, ഞാൻ ജോലി സ്ഥലത്തോട്ട് പോകും, ഞാൻ ദേവാലയത്തിലോട്ട് പോകും, ഞാൻ ബിസിനസ് ചെയ്യാൻ പോകും, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ പോകും, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, ഞാൻ സ്കൂളിലേക്കും കോളേജിലോട്ടും പോകും. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. അത് വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും അതിനുള്ള സമയമായി. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ കരുത്തോടെ നിൽക്കാൻ എന്ത് ചെയ്യാനാണ് സഭയോട് പറയുന്നത്? ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, ആത്മായ പ്രേക്ഷിതരെ, കുടുംബസ്ഥരെ, എന്റെ യുവജനങ്ങളെ, എന്റെ കുഞ്ഞുമക്കളെ, നമ്മോട് എന്ത് ചെയ്യാനാണ് കർത്താവ് പറയുന്നത്? ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അപ്പൊ അതിനൊന്ന് ഉറക്കെ വായിച്ചേ. എന്താ കർത്താവ് പറയുന്നത്? മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ, ഉറക്കെ പറഞ്ഞ് സദാ പ്രാർത്ഥിച്ചുകൊണ്ട് 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 watch and pray. ഈ സമയം അതിനുള്ള സമയമാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞാൻ ഇപ്പോൾ ഓർക്കുക, കുറച്ച് നാൾ മുമ്പ് റൂഹാ മൗണ്ടിൽ പോയി ബഹുമാനപ്പെട്ട വട്ടായിലച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സന്തോഷപ്പെടുത്തണേ. ഇന്ന് നമുക്ക് ഇത്രയും വേദനയുണ്ടെങ്കിൽ, ഇത്രയും സങ്കടമുണ്ടെങ്കിൽ, കർത്താവിന് എന്തുമാത്രം സങ്കടമുണ്ടായിരിക്കും. അതെന്റെ ചങ്കിനോട്ട് തുളച്ചു കയറി. സഹോദരങ്ങളെ, സഭയെക്കുറിച്ച് നമുക്ക് എന്തൊരു സങ്കടം ഇന്ന്. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ യുവജനങ്ങള് അനേക എത്തിസ്റ്റുകളായി നമ്മൾ അറിയുന്നുണ്ടോ? ജനം പള്ളിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ധാരണ ഒരു കുഴപ്പമില്ലാന്നാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ശതമാനം പുറത്താണ്, അകത്തല്ലാട്ടോ. അകത്തല്ല, അകത്തല്ല. ശുഷ്കാന്തി നഷ്ടപ്പെട്ടു, അനാസ്ഥയെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുന്നത് ഒരു കുഴപ്പം നമുക്ക് പറ്റിയിട്ടില്ല എന്നാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിലാപങ്ങളുടെ പുസ്തകം 2:18 പറയുന്നില്ല? എന്താ പറയുന്നത്? 2:18 വാക്യം കൂടി വേഗത്തിലൊന്ന് വായിക്കാം നമുക്ക്. സിയോൻ പുത്രി കർത്താവിനോട് പോരാന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, കർത്താവിനോട് സഭയ്ക്ക് വേണ്ടി, ഉറക്കെ ഒന്ന് പറഞ്ഞേ, സഭയ്ക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഉറക്കെ ബാക്കി പറ, ഉറക്കെ. ആര് 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 കേൾക്കണില്ലോ? ഒച്ച കുറഞ്ഞു കണ്ടു. ഇപ്പൊ ഒച്ച കുറഞ്ഞു കണ്ടു. കാരണം അത് അവിടെ നമ്മുടെ ദൗത്യ. നമ്മളാ നിലവിളിക്കേണ്ടത്. നമ്മൾ നിലവിളിക്കേണ്ട സഹോദരങ്ങൾ. ഇനി അതിനുള്ള സമയാട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് വചനം പഠിപ്പിക്കുകയാണ്. രാവും പകലും മഹാപ്രവാഹം പോലെ. ബഹുമാനപ്പെട്ട വട്ടായിലച്ഛനെ പറഞ്ഞില്ലേ, റോസമിസ്റ്റിക് അമ്മയിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് സഭയ്ക്ക് നൽകിയ പ്രവചനങ്ങളാണത്. പ്രാർത്ഥന, പരിഹാരം, പ്രായശ്ചിത്തം. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, യൂദാസിനെ പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഷോർട്ട് കട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഒരു ഷോർട്ട് കട്ടില്ല പ്രിയപ്പെട്ടവരെ. മുട്ടുമടക്കേണ്ട സമയമായത്, കൈവിരിക്കേണ്ട സമയമാണിത്. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിച്ച് കണ്ണുനീരോടെ അനുതപിച്ച് പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണിത്. ഹല്ലേലൂയാ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനോഹരമായൊരു പുസ്തകമാ, ഇൻസിനു ജേസ്. ഈ പുസ്തകത്തിൽ കർത്താവിന്റെ ഹൃദയ തുടിപ്പുകളാ. കർത്താവ് പറഞ്ഞു വെക്കുന്നൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്താ കർത്താവ് പറയണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താ കർത്താവ് പറയുന്നത്? സക്രാരിയിൽ എന്റെ യഥാർത്ഥ ശരീരം സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് മാത്രമായില്ല, എത്രയോ സന്യാസ ഭവനങ്ങളിലാണ്, ദേവാലയങ്ങളിലാണ് ഞാൻ കൗദാശികമായി സന്നിഹിതനായിരിക്കുന്നത്. എന്നാൽ എന്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന് ഒരു ശ്രദ്ധയും നൽകാതെ എന്നെ നിങ്ങൾ തനിച്ചാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഓഹോ, ഇതല്ലേ കർത്താവിന്റെ വേദന? ഇതല്ലേ കർത്താവിന്റെ സങ്കടം? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തനിച്ചാക്കിയിരിക്കുന്നത്? എത്ര ദേവാലയങ്ങളിലും എത്ര സന്യാസ ഭവനങ്ങളിലും ഞാൻ ഒരു അനാഥനെ പോലെ കഴിയുകയാണ്. എന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനോ നിലവിളിക്കുവാനോ കൈവിരിക്കാനോ യേശുവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ എന്റെ ജനം കടന്നു വരുന്നില്ല. നമ്മൾ ഓടുകയാണ്. എന്തിന്? നമ്മുടെ ഗഗസ് ഓടിയതുപോലെ പണം, ഒലിവത്തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, വിശിഷ്ട വസ്ത്രങ്ങൾ, ദാസിദാസന്മാർ, ഇതൊക്കെ സമ്പാദിക്കാൻ, ഇതൊക്കെ സ്വന്തമാക്കാൻ നമ്മൾ കാലുവെന്ന നായെ പോലെ ഓടിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടത്തിൽ കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ടാ നിങ്ങൾ എന്നെ തനിച്ചാക്കിയിരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആരാധനകൾ അത് ധാരാളം ഉയർത്തപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ദേവാലയങ്ങളിൽ ഉയരണം. സന്യാസ ഭവനങ്ങളിൽ എന്റെ ഭഗവാനപ്പെട്ട സമർപ്പിതരെ പ്രാർത്ഥിക്കാൻ മെനക്കെടണം. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരല്ലോ പോരല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പലയിടങ്ങളിലും ആരാധനാലയം ഉണ്ടായിരുന്നു, കോവിഡിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ അത് മുടക്കിയിരിക്കുക. മറ്റൊന്നിനും കോവിഡ് ഇല്ല, ആരാധനയ്ക്ക് മാത്രമേ കോവിഡ് ഉള്ളൂ. അല്ല, അതെന്ത് കോവിഡ്? അത് കാരണം എന്താണെന്നറിയോ? നമുക്ക് മനസ്സില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തനിച്ചാക്കിയിരിക്കുന്നത്? എങ്ങനെയാ പിന്നെ നമ്മൾ രക്ഷപ്പെടുക? നമ്മളെങ്ങനെ അഭിഷേകം പ്രാപിക്കുക? നമ്മളെങ്ങനെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഉയർത്തപ്പെടുക? ശ്രദ്ധിക്കണമേ, അവസാന ഭാഗം വായിക്കാൻ പോവുക. സന്യാസ ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവിന് തെരഞ്ഞെടുപ്പ് ലഭിച്ചൊക്കെ സന്യാസ ഭവനങ്ങൾ മാത്രമല്ല, എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ എന്റെ സ്നേഹ കുദാശയോടുള്ള അവഗണനയ്ക്ക്, സ്നേഹശൂന്യതയ്ക്ക്, നന്ദികേടിനെ പരിഹാരം ചെയ്യുക. വട്ടായിലച്ചൻ ഒരു പ്രവാചക ശബ്ദത്തോടെ പറഞ്ഞു, ഇത് പരിഹാരം ചെയ്യേണ്ട സമയ. നമ്മൾ അനുദപിക്കുന്ന സഹോദരങ്ങളെ, ആരാധിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വസിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി, സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി അനുദപിച്ച് പരിഹാരം ചെയ്ത് ഈശോയുടെ മുൻപിൽ നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് 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 കർത്താവിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. അവസാന ഭാഗത്തോട് പറയാണ്, ഞാൻ അവഗണിക്കപ്പെടുകയും മരവിപ്പോടെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഭവനങ്ങൾ വലിയ പതനത്തിന്റെ വക്കീലാണ്. കണ്ടോ, ഇത് നമ്മുടെ ദുരിതത്തിന് കാരണം മനസ്സിലായോ? നമുക്ക് നമ്മുടെ ദുരിതത്തിന് കാരണം മനസ്സിലായോ? ഇതിലേക്ക് തിരിയണ സഹോദരങ്ങളെ, നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ആരാധനകൾ ഉയരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ 12 മണി, അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും എല്ലാ ഭവനങ്ങളിലും നമ്മള് സിസ്റ്റേഴ്സ് കുറവാണൊക്കെ ശരിയാ, പക്ഷെ സമയം കണ്ടെത്തണം, വില കൊടുക്കണം. ആരാധനകൾ ഉയരണം, തലങ്ങും വിലങ്ങും ഉയരണം. ഈ ആരാധനകൾ ഉയരുമ്പോൾ സഭയിൽ കൃപയുടെ ഒരു പുതിയ വസന്തം കർത്താവ് തുറക്കും.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവ നിലനിൽക്കില്ല. കണ്ടു, ഇത്തരം ഇടങ്ങളിൽ എന്നോട് കാണിക്കുന്ന അപമാനകരമായ പെരുമാറ്റത്തെ എനിക്ക് ഇനിമേൽ സഹിക്കാനാ. എന്തുകൊണ്ട് പലരും തളർന്നു പോകുന്നത്, ക്ഷയിച്ചു പോകുന്നത്? ഇതാ കാരണം. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി രാത്രിയുടെ യാമങ്ങളിൽ കഴിയുന്നവരൊക്കെ നിലവിളിക്കണം, പരിഹാരം ചെയ്യണം. സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി. ഇല്ലാതെ സഭയെ വീണ്ടെടുക്കുവാൻ മറ്റൊരു മാർഗമില്ല. പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളെ വീണ്ടെടുക്കുവാൻ മറ്റൊരു വഴിയില്ല സഹോദരങ്ങളെ. ഉപദേശത്തിന്റെ കാലം പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുക, മുട്ടുമടക്കുക, കൈവിരിക്കുക, നിലവിളിക്കുക, പരിഹാരം ചെയ്യുക. അതിന് തയ്യാറുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? അവര് മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവ് പറയുന്നറിയോ? അപമാനകരമായ ഈ പെരുമാറ്റത്തെ ഇനി എനിക്ക് സഹിക്കാനാവില്ല. കർത്താവ് പറയാണ്, ഞാൻ അവരുടെ മേൽക്കൂരയ്ക്കിടയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്നെ ആരാധിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സന്യാസ ഭവനങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും തഴച്ചു വളരും, തഴച്ചു വളരൂ, തഴച്ചു വളരൂ. സഹോദരങ്ങളെ, എന്താ നമ്മുടെ അപജയത്തിന് കാരണം? എന്താ നമ്മുടെ ജീർണതയ്ക്ക് കാരണം? എന്താ നമ്മുടെ ബലക്ഷയത്തിന് കാരണം? മസിൽ പവർ കൊണ്ടും, ബ്രെയിൻ പവർ കൊണ്ടും, പൊളിറ്റിക്കൽ പവർ കൊണ്ടും, മണി പവർ കൊണ്ടും കർത്താവിന്റെ രാജ്യത്തെ, കർത്താവിന്റെ സഭയെ, കർത്താവിന്റെ കുടുംബങ്ങളെ, കർത്താവ് നൽകിയ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ സാധിക്കുകയില്ല. അത് സാധ്യമാകണമെങ്കിൽ ഉയരത്തിലെ ശക്തി തന്നെ വേണം. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിലേക്ക് സഭാ മക്കൾ തിരിച്ചു വരണം. ഹല്ലേലൂയ. അതിലേക്ക് സമർപ്പിതർ തിരിച്ചു വരണം, വൈദികർ തിരിച്ചു വരണം, ആത്മായ പ്രേക്ഷിതർ തിരിച്ചു വരണം. പരിശുദ്ധ കുർബാന മുട്ടുകുത്തിയ ആരാധനകൾ ശക്തമാക്കണം കേട്ടോ സഹോദരങ്ങളെ. നമുക്കിവിടെ പുത്തൻപള്ളിയുണ്ട്, നമ്മുടെ പല പള്ളിയിലും തുടങ്ങണതേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അമ്മ പറഞ്ഞത്. ഇനി പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെ മാത്രമേ ലോകത്തെ വീണ്ടെടുക്കാൻ കഴിയൂ. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് തിരിയാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിന് കർത്താവ് തരുന്ന ഉത്തരമാണിത്. മക്കളെ, എന്റെ സന്നിധിയിൽ, എന്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി നിങ്ങൾ കൈവിരിച്ച് നിലവിളിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൊച്ചു കൊച്ചു കൂട്ടങ്ങള് ദേശത്തിന്റെ പല ദിക്കുകളിലും രാജ്യങ്ങളിലും സഭയുടെ എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളിലും ലോകം മുഴുവനിലും ഇതുപോലെ പ്രാർത്ഥിക്കുന്ന കൃപയുടെ അവശിഷ്ട ഭാഗം എല്ലാ ഇടങ്ങളിലും ഉണരുമ്പോൾ കർത്താവിന്റെ സഭ അവളുടെ ആദ്യ മഹത്വത്തേക്കാൾ പൂർവാധികം മഹത്വമുള്ളവളായിട്ട് മാറും. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. അപ്പൊ എന്താ കാര്യം? പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ നമ്മളെല്ലാം കുഴഞ്ഞു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. മാറ്റം വരണം. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മുട്ടുമടക്കേണ്ട നാളുകൾ, കൈവിരിക്കേണ്ട നാളുകൾ, പരിശുദ്ധ കുർബാനയുടെ പ്രഭയിലേക്ക് തിരിച്ചു വരേണ്ട നാളുകൾ, പരിഹാരം ചെയ്യേണ്ട നാളുകൾ, പരിത്യാഗമെടുക്കേണ്ട നാളുകൾ, ശുഷ്കാന്തിയില്ലായ്മയും അനാസ്ഥകളും അവഗണനകളും
ആത്മീയ മന്നോഷതകളും വിട്ടെറിഞ്ഞ് ദൈവജനം കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ ഉജ്ജ്വലിക്കേണ്ട സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ കാലഘട്ടത്തിൽ തൻ്റെ സഭയ്ക്ക് ശബ്ദമായി തീരാൻ തന്നിരിക്കുന്ന ഒരു മാധ്യമ ശുശ്രൂഷയാണ്. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട് സഹോദരങ്ങളെ. മറ്റ് പരസ്യങ്ങളോ മറ്റ് വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം ദൈവത്തിൻ്റെ പരിപാലനയോട് മാത്രം പോവുക. നിങ്ങൾ ഷെക്കേനയിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും, അതിൻ്റെ സെൻട്രൽ പോയിന്റിലാണ് 24 മണിക്കൂറും നമ്മുടെ അഭിനന്ദി പിതാവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. പിതാവ് 24 മണിക്കൂറും ഈ ഷെക്കേന, ഈ ന്യൂസ്, ഈ മീഡിയയിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ടായിരിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ടെങ്കിൽ 24 മണിക്കൂർ കർത്താവിനെ ആരാധിക്കുന്ന കൂട്ടം അവിടെ ഉണ്ടെങ്കിൽ അത് തകരുവാൻ ബഹുമാനപ്പെട്ട ഒട്ടാരിച്ചും പറഞ്ഞു, ഇതൊരു തുറന്ന യുദ്ധമാണ് പ്രിയപ്പെട്ടവരെ. ഈ യുദ്ധത്തിൽ നമുക്കറിയാം മാനുഷികമായ ആയുധങ്ങൾ കൊണ്ടൊന്നും യുദ്ധം ചെയ്യിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ആത്മീയ യുദ്ധമാണ്. ഈ യുദ്ധത്തിന് ആത്മീയ ആയുധങ്ങൾ തന്നെ വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതിൽ ഏറ്റവും പവർഫുള്ളായ ആയുധമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. അത് പ്രിയപ്പെട്ടവരെ, അതാണ് അതിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യണം.